കൂലി ലോകേഷാണ് എന്തോ കാര്യമായിട്ട് പണി വെച്ചിരിക്കണമെന്ന് പറഞ്ഞ് പോയതാണ്. സിനിമയ്ക്ക് കെയർ ചെയ്തോട്ട് എൻ്റെ മനസ്സിൽ അണ്ണ എന്തെങ്കിലും ഒന്ന് പണ്ണണ്ണ, നമ്മളൊന്ന് കാണട്ടണ്ണ, ആ റേഞ്ചായിരുന്നു. ഈ സിനിമ മെയിൻ നല്ല ഇടിവെട്ട് കാസ്റ്റിംഗ് ആണ്. രജനീകാന്ത് ഉണ്ട്, നാഗാർജുനുണ്ട്, സൗബിനുണ്ട്, ശ്രുതിഹാസനുണ്ട്, ഡാൻസ് കളിക്കാൻ പൂജ ഹെഗ്ഡെയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഉപേന്ദ്ര റാവു എന്ന് പറയുന്നുണ്ട്, അമീർ ഖാൻ ഉണ്ട്, അമീർ ഖാൻ്റെ ക്യാമിയോ ഉണ്ട്, മാരക കാസ്റ്റിംഗ് ആണ്, ഇടിവെട്ട്. മ്യൂസിക് അനിരുദ്ധാണ്. അനിരുദ്ധ് നമ്മൾ സിനിമയിൽ നമ്മൾ ഈ വിക്രം, ലിയോ ഇതിലൊക്കെ ഉള്ള പോലെ നല്ല കിഡിലൻ. ഈ രണ്ട് സിനിമയിലും പുള്ളി അടിപൊളി BGM ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഓരോരുത്തർക്കുള്ള ഇൻട്രോ സീനാണെങ്കിലും ഇട്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അത്ര ലെവലാണ്. ഈ ഒരു റേഞ്ച് ഒന്നും ഈ സിനിമയ്ക്ക്, ഇത് ഭയങ്കര ക്ലാസ് ആയിട്ടാണ് പോണത്. പിന്നെ ഇതിലുള്ള നായകന്മാരെ എല്ലാവരും ഇൻട്രോ ഭയങ്കര സിമ്പിളാണ്. ലിയോയിൽ വിജയ്ക്ക് കൊടുത്തിരിക്കുന്ന പോലത്തെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇൻട്രോ ഒക്കെയാണ് ഈ സിനിമ എല്ലാവർക്കും ഉള്ളത്. പിന്നെ ഇതിൽ ആ കിടില ഇൻട്രോ ആയിട്ടുള്ളത് അമീർ ഖാൻ. ക്ലൈമാക്സിൽ അമീർ ഖാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് പടക്കമൊക്കെ പൊട്ടിക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും പിന്നെ ക്ലൈമാക്സിൽ നല്ല കൈയടിയായിരുന്നു പുള്ളിക്ക്. അത് പറയാം. പിന്നെ സിനിമയിലോട്ട് വരാം. ഇത് രജനീകാന്തിന് ഏകദേശം 50 വർഷമായി പുള്ളി സിനിമ ജീവിതത്തിൽ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ടൈറ്റിൽ കാർഡ്, ഒരു അടിപൊളി ടൈറ്റിൽ കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും ഇങ്ങനെ പറയില്ല. സൗബിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. പുള്ളിയാണ് ഈ സിനിമയിലെ മെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി പെർഫോമൻസ് ആണ്. പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ അടുത്തുള്ള ഒരു പ്ലസ് എന്ന് പറയുന്നത് പൂജ ഹെഗ്ഡെയുടെ മറ്റേ മോനിക എന്ന് പറഞ്ഞുള്ള ഡാൻസ്, അതും അടിപൊളിയായിരുന്നു. ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഇൻ്റർവൽ ബ്ലോക്ക് പോലും എനിക്ക് തോന്നിയില്ല. ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഒരു ഇൻ്റർവൽ ബ്ലോക്ക് ഈ സിനിമയിലില്ല. അതുകാരണം സത്യാവസ്ഥ അതാണ്. നല്ല അടിപൊളി ഇൻ്റർവൽ ബ്ലോക്ക് ഉള്ളതെന്ന് വെച്ചാൽ വിക്രമിലുണ്ട്, ലിയോയിലുണ്ട്, ഇതിലൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ ഓൾറെഡി ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ട്രെയിലറിൽ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. നമ്മൾ വിചാരിക്കും സിനിമയിൽ എന്തോ കാര്യമായിട്ട് വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഹാഫ് വരെ വെയിറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫ് തുടങ്ങി. ഫസ്റ്റ് ഹാഫിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഫൈറ്റ് ആണെങ്കിലും അവരെ എടുത്തു പറയാൻ വേണ്ടി അങ്ങനെ എല്ലാവരും ഭയങ്കര പെർഫോമൻസ് ഒന്നുമില്ല കേട്ടോ. ഫൈറ്റൊക്കെ ഡീസൻ്റാണ്. രജനീകാന്തിൻ്റെ സിനിമയിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റിനാണല്ലോ, ആ ഒരു റേഞ്ച് തന്നെയാണ്. ക്യാമറ റോളിങ്ങും എഡിറ്റിങ്ങും എല്ലാം അടിപൊളിയാണ്. പിന്നെ ക്ലൈമാക്സ് ഇതിൽ കുറച്ച് ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട്. ഇതിൽ രജനീകാന്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പറയണതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൽ കൂലിയെന്ന് ഉദ്ദേശിക്കുന്ന ജോലിക്കാരെയാണ്. പിന്നെ ഇതിലെ ആയുധക്കടത്തുന്നത് മറ്റേ മനുഷ്യൻ്റെ അവയവങ്ങൾ കടത്തുന്ന ആ പരിപാടി, അങ്ങനെയൊക്കെ കുറേ സംഭവം നമ്മൾ കണ്ടുമടുത്ത സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും സ്റ്റോറി നോക്കൂലല്ലോ. ലോകേഷിൻ്റെ സിനിമയാകുമ്പം എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിംഗ്, ക്യാമറ റോളിംഗ് ഒക്കെ ഓക്കെ, എല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് പോണേനില്ല. നമ്മൾ രാവിലെ 6 മണിക്ക് എന്തോ കാര്യമായിട്ടുണ്ട്. പിന്നെ ലോകേഷ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണെങ്കിൽ പുള്ളി അങ്ങനെ അധികം സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ഷോ ഓഫ് കാണിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രതീക്ഷയാണ്. കാരണം പുള്ളി കൂടുതലും വർക്കിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. എന്തോ സംഭവം എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷേ എടുത്തു പറയാൻ വേണ്ടിയില്ലടേ, സത്യാവസ്ഥ അതാണ്. എടുത്തു പറയാൻ വേണ്ടി ഒന്നുമില്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും പണി വച്ചിട്ടുമില്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇട്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ അത്യാവശ്യം എല്ലാം അടിപൊളിയാണ്. പിന്നെ ചില സീനൊക്കെ നമുക്ക് വിജയൊക്കെ ഓർമ്മ വരും. മാസ്റ്റർ സിനിമയിൽ വിജയ് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, കയ്യിലിങ്ങനെ ഒഴിച്ച്, ആ സംഭവം ഇതിലുണ്ട്. പിന്നെ ജയിലിൽ വെച്ച് മാസ്റ്ററിൽ മറ്റേ പിള്ളേരെയൊക്കെ മരിക്കുമ്പോൾ ഒരു പേപ്പർ എഴുതി കൊടുക്കുക, പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2-3 വില്ലന്മാരൊന്ന് പേപ്പർ വലിച്ചു കയറും. ഇപ്പോഴൊരു ഫൈറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഇതിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ കേബിൾ ഒരുത്തം വന്ന് കട്ട് ചെയ്യും. വെട്ടുമ്പോൾ അത് കട്ടായിപ്പോവും. അപ്പോൾ ഒരു ഫൈറ്റ്, ഇറ്റ്സ് കൂൾ. ചുമ്മാ നോർമലായിട്ട് ഒരു സിനിമ കാണാം. അല്ലാതെ ലോകേഷും രജനീകാന്ത് ഒന്നിച്ച് എന്തോ വലിയ സംഭവം ചെയ്തു വെച്ചിരിക്കണേ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എ നോർമൽ ഫിലിം. നമ്മൾ ഹൈപ്പില്ലാതെ പോയാൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഓക്കെയാണ് സിനിമ, ഓക്കെ ആയിരിക്കും, ആവണം. ശരി, ബൈ, പോയി കണ്ടോ, പൊക്കോ. ഇതിലിടയ്ക്ക് വെച്ച് ബാബുരാജ് പറഞ്ഞുണ്ട്. എന്തിനാണ് വന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവണില്ല. സൗബിനാണ് അടിപൊളിയായിട്ടാ, ഒന്നും പറയില്ല. പുള്ളി ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും ബ്രേക്ക് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. പൊക്കോ, ബൈ.